നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടൊറോയ്ഡൽ ട്രാൻസ്ഫോമർ ആണ്. അതായത് ഈ ഷേപ്പിൽ ഇരിക്കുന്ന ട്രാൻസ്ഫോമർ, ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ഇതിൻ്റെ എഫിഷ്യൻസി കൂടുതലാണ്. അതുപോലെ സൈസ് വേസ്റ്റ് നോക്കുമ്പോൾ കുറവാണ്. അതായത് മാഗ്നറ്റിക് ഇൻ്റർഫറൻസ്, അതായത് പ്രൈമറി സെക്കൻഡറിയിലോട്ടുള്ള പവർ ട്രാൻസ്മിഷൻ ലോസ് കുറവാണ്. അതുപോലെ ഇത് നമ്മൾ ഓഡിയോ സിസ്റ്റത്തിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന നോയ്സ്, ഹമ്മിങ് സൗണ്ട് എല്ലാം കുറവാണ്. ടൊറോയ്ഡൽ ട്രാൻസ്ഫോമറിന്റെ റീവൈൻഡിങ്ങിന് മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് ട്രാൻസ്ഫോമർ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ പവർ കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയത്തില്ല. പകരം വോൾട്ടേജ് കൂട്ടുവാനും കുറയ്ക്കാനും കഴിയും. അതായത് പവർ സ്ഥിരമായിട്ട് ചെയ്യും. പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജും കറണ്ടിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ പ്രൈമറിയിലെ വോൾട്ടേജിനെക്കാളും സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ അവിടുത്തെ കറണ്ട് കുറവായിരിക്കും. അങ്ങനെ നമുക്ക് വോൾട്ടേജും കറണ്ട് വേരി ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. ഒരു മാഗ്നറ്റിക് കോറും ഉണ്ടാവും, കമ്പിയുടെ ചുരുളും ഉണ്ടാകും, കോയിൽ എന്ന് പറയും. അപ്പൊ ഇതിന്റെ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോയിലിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും, അത് പ്രൈമറി ആയാലും സെക്കൻഡറി ആയാലും. അപ്പൊ നമുക്ക് വോൾട്ടേജ് കൂടുതൽ അത് സെക്കൻഡറി കിട്ടുന്നതിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയും. വോൾട്ടേജ് കുറച്ച് കിട്ടുന്നതിനെ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയും. നമ്മൾ ഇലക്ട്രോണിക്സ് റിപ്പയർ എല്ലാവരും നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് ഡൗൺ ആണ്. അതായത് 230 വോൾട്ടേജിനെ നമ്മൾ 12 വോൾട്ടേജിൽ ആക്കുന്നതായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും 230 സൈഡിൽ എന്തുണ്ടാവും, ടേൺസിന്റെ ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. 12 സൈഡിൽ ചുറ്റുകളുടെ എണ്ണം കുറവായിരിക്കും. അപ്പൊ അതുപോലെ 230 സൈഡിൽ വോൾട്ടേജ് കൂടുതലായതുകൊണ്ട് അവിടെ കറണ്ട് വളരെ കുറവായിരിക്കും. പക്ഷെ സെക്കൻഡ് സൈഡിൽ 12 വോൾട്ടേജ് ആകുമ്പോൾ അവിടുത്തെ കറണ്ട് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് പ്രൈമറിയിലെ കമ്പി നേരത്തെ ചെറിയ കമ്പി ആയിരിക്കും, എന്നാൽ സെക്കൻഡറിയിലെ കമ്പി വലിയ കനം കൂടിയ കമ്പി ആയിരിക്കും. അപ്പൊ ഇത് വെച്ചാണ് നമ്മൾ ഒരു ട്രാൻസ്ഫോമറിനെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ റീവൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണം, എത്ര ചുറ്റുകൾ ഉണ്ടെന്ന് നമുക്കറിയണം. അതേസമയം നമുക്ക് പുതുതായിട്ട് ചുറ്റുകയാണെങ്കിൽ മാത്രം നമുക്ക് കറക്റ്റ് പ്രോപ്പർ ഡിസൈനിലേക്ക് പോകണം. എന്നാൽ റീവയർ ചെയ്യാൻ വേണ്ടി ഒരു എളുപ്പ വഴിയുണ്ട്. മിക്കവാറും എല്ലാ ടെക്നീഷ്യന്മാരും ഫോളോ ചെയ്യുന്ന ഒരു സമ്പ്രദായം അത് തന്നെയായിരിക്കും. അപ്പൊ ആദ്യമേ പറഞ്ഞതുപോലെ പ്രൈമറിയിൽ കറണ്ട് കുറയാണ്ട് കനം കുറഞ്ഞ കമ്പി ആയിരിക്കും. അപ്പൊ അതിനെല്ലാം ഗേജ് വെച്ചായിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം റീവൈൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ കോപ്പറിനെ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മളൊന്ന് കടയിൽ ചെന്ന് അതേ ഗേജിൽ അതിന്റെ തൂക്കം നോക്കി വാങ്ങിക്കും. 1/2 കിലോ ഉള്ളതാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ടിട്ട് നമ്മൾ വാങ്ങിക്കും. അത് നമ്മൾ റഫായിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ തൂക്കം നോക്കി വാങ്ങിക്കുക. സെക്കൻഡറിയുടെ ഗേജ് നോക്കിയിട്ട് നമ്മൾ തൂക്കം നോക്കി വാങ്ങിച്ചിട്ട് നമുക്ക് വൈൻഡ് ചെയ്യാം. ഒരു മോട്ടോർ വൈൻഡ് ചെയ്യണേക്കാളും സിമ്പിൾ ആണ്. ഇതിന് ഡയറക്ഷൻ നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചുറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ട്രാൻസ്ഫോമർ നമ്മുടെ കയ്യിലിരിക്കുന്നത് മെയിനായിട്ട് 2 ടൈപ്പ് ട്രാൻസ്ഫോമറുകളാണ് നമ്മുടെ കിട്ടാറുള്ളത്. ഒന്ന് കോർ ടൈപ്പും ഒരു ഷെൽ ടൈപ്പും. എന്താണ് കോർ ടൈപ്പ്, എന്ത് ഷെൽ ടൈപ്പ് ആണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നതാണ്. ഒന്ന് കോർ ടൈപ്പ്, ഒന്ന് ഷെൽ ടൈപ്പ്. അപ്പൊ നമുക്കിത് കണ്ടപ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് കൂടുതലും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എന്താണ്, ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ്. അതായത് ഇയും ഐയും ഉള്ള ടൈപ്പ് കോർ കൊണ്ട് നിർമ്മിച്ചതിന്റെ സെൻട്രൽ ലിമ്പിൽ ആദ്യം പ്രൈമറി ചുറ്റിയിട്ടാണ് ചെറിയ കമ്പി, അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ സെക്കൻഡറി കമ്പി ചുറ്റിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നാൽ ടൊറോയ്ഡൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമുക്ക് ഇതിന് മനസ്സിലായിട്ടുണ്ടാവും കോർ ടൈപ്പ് ആണ്. നമ്മൾ ചിത്രത്തിൽ കാണിക്കുന്ന കോർ സ്ക്വയർ ആണെങ്കിൽ ടൊറോയ്ഡൽ ട്രാൻസ്ഫോമർ സർക്കുലർ ടൈപ്പ് ആയിരിക്കും. അപ്പൊ ഇതിനകത്തുള്ള മാഗ്നറ്റിക് സർക്കുലേഷൻ, മാഗ്നറ്റിക് ലോസ് അതിനകത്ത് കുറവായിരിക്കും. അത് തന്നെയാണ് ടൊറോയ്ഡൽ ട്രാൻസ്ഫോമർ എഫിഷ്യൻസി കൂടുവാനുള്ള കാര്യവും. പക്ഷെ അത് നമ്മൾ റീവൈൻഡ് ചെയ്തെടുക്കാനായിട്ട് ടെക്നിക്കൽ ബുദ്ധിമുട്ടുണ്ട്. അതും പല കാര്യങ്ങളും വെച്ചാണ് അതിന് കോസ്റ്റ് കൂടുതലായിരിക്കും. അതിന്റെ കോറിന്റെ പല ഡിസൈൻ വെച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ നല്ലൊരു ആംപ്ലിഫയർ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ എപ്പോഴും കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ടൊറോയ്ഡൽ ട്രാൻസ്ഫോമറിലേക്ക് തന്നെ പോകും. ഞാൻ എന്റെ ടൊറോയ്ഡൽ ട്രാൻസ്ഫോമർ റിവൈൻഡ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ ഇത് ചുറ്റിയെടുക്കും എന്നുള്ള പല രീതിയിൽ ആലോചിച്ച് അങ്ങനെ ഞങ്ങളെപ്പോലെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു അതർ കൺട്രിയിൽ ഒരാൾ ഇട്ടുന്ന വീഡിയോ ആണ്. അതായത് ഫ്രെയിമിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും കമ്പി ഇതേപോലെ ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ആ സർക്കുലർ കോർ എടുത്ത് ഫിക്സ് ചെയ്ത് നമ്മളിത് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പ്രധാനമായിട്ട് നമുക്ക് ആവശ്യം ക്ഷമയാണ്. അതിനുപരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ വീഡിയോയിൽ ഞാൻ 2 കമ്പി വെച്ചാണ് ഇതിൽ ചുറ്റിയെടുക്കുന്നത്. അതായത് 100 ചുറ്റ് ആവശ്യമുള്ള സാധനത്തിന് എനിക്ക് 50 ചുറ്റാകുമ്പോൾ എന്താ 100 ചുറ്റാകും. അതിന്റെ കണക്ഷൻ മാത്രം കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിൽ കണക്ഷൻ എങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത 2 ടെർമിനൽ എൻഡ് ചെയ്ത 2 തമ്മിൽ ചോട്ട് ചെയ്താൽ അതിന് പാരലാവും. അപ്പൊ നമുക്ക് അവിടെ സീരീസ് ആണ് ചെയ്യേണ്ടത്. അതായത് ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഒന്നിന്റെ ഇതും അതിന്റെ എൻഡും മറ്റേ സ്റ്റാർട്ട് ചെയ്ത് തമ്മിൽ കണക്ട് ചെയ്ത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താണ് എടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, ടെർമിനൽ മാറിപ്പോവില്ല. എനിക്ക് ഒരിക്കൽ ടെർമിനൽ മാറിയിട്ട് ഞാൻ സപ്ലൈ കൊടുത്തപ്പോൾ ഓവർ ഹീറ്റായി. നോക്കിയപ്പോൾ ഒരു സെയിം കോയിൽ തന്നെ ഞാൻ പിടിച്ച് സ്റ്റാർട്ട് എൻഡ് ഷോർട്ട് ചെയ്ത് വെച്ചിട്ട് മറ്റേലാണ് സപ്ലൈ കൊടുത്തത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഒന്നാമത് നമ്മൾ കിട്ടേണ്ട ടേൺസിന്റെ എണ്ണം പാതിയായി കുറഞ്ഞു. അതായത് പെർ ടേൺ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 2 വോൾട്ടിന് ഡിസൈൻ ചെയ്തിരിക്കുന്നതിന്റെ സ്ഥാനത്ത്
4 വോൾട്ട് വരും. അങ്ങനെ വരുമ്പോൾ തന്നെ ഇൻസുലേഷൻ അത് കത്തിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് പുറമെ മറ്റത് ഷോർട്ടാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഷോർട്ട് ആകുമ്പോൾ അത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ട്രാൻസ്ഫോമറിൽ നിന്ന് കറണ്ട് ക്രമാതീതമായിട്ട് കൂടിയിട്ട് ഓവർ ഹീറ്റ് ആവും. ഓവർ ഹീറ്റായിട്ട് വൈൻഡിങ് എല്ലാം കത്തിപ്പോയി ഡാമേജ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പം നമ്മൾ അത് വളരെയധികം ശ്രദ്ധയോടെ ചുറ്റി കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മൾ പ്രൈമറി ചുറ്റി നമ്മൾ അതിനെ ടേപ്പ് അടിച്ച് അതിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം, പ്രൈമറിയിൽ 230 വോൾട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ആ ടേൺ ചുറ്റി കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഇൻസുലേഷൻ ചുറ്റിയതിന് ശേഷം മാത്രം നമ്മൾ സെക്കൻഡറി ലൈനിലേക്ക് ചുറ്റാൻ ശ്രമിക്കാവൂ. അപ്പൊ നമ്മൾ പ്രൈമറി എല്ലാം ചുറ്റി കഴിഞ്ഞ് ഇനി സെക്കൻഡറി ചുറ്റുക. സെക്കൻഡറി നമ്മൾ കണ്ടറിയാം, വലിയ കനം കൂടിയ കമ്പിയായിരിക്കും. നമ്മൾ അത് ചുറ്റി കഴിയുമ്പോൾ പോലെ ലീഡ് എടുക്കുക. നമ്മൾ സെന്റർ ടാപ്പ് ആയിട്ടാണ് ചുറ്റുന്നതെങ്കിൽ നമ്മൾ നേരത്തെ 2 കമ്പി ഒരുമിച്ച് ചുറ്റുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. സ്റ്റാർട്ടിങ് എൻഡിങ് കണക്ട് ചെയ്യുന്ന ആ പോയിന്റ് സെന്റർ ടാപ്പ് ആയിട്ട് എടുക്കുക. ഇത് നമ്മൾ മൾട്ടി വോൾട്ടേജ് ഉള്ള രീതിയിൽ എടുക്കുക. അതിന്റെ ഇടയിൽ ടാപ്പിങ്സ് കൊടുത്ത് അങ്ങനെ നമുക്ക് എടുക്കാൻ കഴിയും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ തരാം. മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.